ഹലോ എവറി വൺ, നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. വെറും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, തൈര് ഇതെല്ലാം കൂടെ ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് സമയമുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. സമയമില്ലെങ്കിൽ ഒരു ഹാഫ് ഹവർ മതി. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കതെടുത്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ആഡ് ചെയ്യണം. സവാളയുടെ കൂടെ തന്നെ ഉപ്പൂടെ ആഡ് ചെയ്ത് സവാള പെട്ടെന്ന് വാടി കിട്ടും. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യേണ്ട, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് യോജിപ്പിച്ച് ഇതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറുമ്പോഴത്തേന് നമുക്ക് തക്കാളിയും ക്യാപ്സിക്കോടെ ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ മാത്രം, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ മാത്രം പകുതി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ തക്കാളി മാത്രം ഒരെണ്ണം ചേർത്താൽ മതി. എന്നിട്ട് തക്കാളിയുടെ നീരൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. നല്ല തിളപ്പിച്ച 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹോൾ സ്പൈസസ് കൂടെ അന്നേരം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില, കറിവേപ്പില, പുതിനയില അതുകൂടെ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന അരിയും നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വിസിൽ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വിസിൽ പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി. അതുപോലെ ഇത് 5 ലിറ്ററിൻ്റെ കുക്കറിനാണ്. അതിനകത്ത് 2 ഗ്ലാസ് അരി വെക്കി ചോറ് വെക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ബായ്.